ഡിസംബർ 6 മറ്റൊരു ബാബരി ദിനം കൂടി കടന്നുപോയിരിക്കുന്നു. ഇന്ത്യൻ മതേതരത്വത്തിനേറ്റ മുറിവിന് 32 വയസ്സ്. 2019 വന്ന സുപ്രീം കോടതി വിധി ഇന്ത്യൻ കോടതികളുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നീതിനിഷേധത്തിന്റെ തെളിവായിരുന്നെങ്കിലും വിധി ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടു. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ട കലാപങ്ങളിൽ 2000-ലധികം പേർ കൊല്ലപ്പെട്ടിരുന്നുവെങ്കിലും വിധി പ്രസ്താവനം വളരെ സമാധാനപൂർണമായിരുന്നു. അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെട്ടു എന്നാണ് കരുതിയിരുന്നെങ്കിലും ചിത്രം അങ്ങനെയല്ല. അവിടെയാണ് എല്ലാത്തിൻ്റെയും തുടക്കം. രാമജന്മഭൂമി പ്രക്ഷോഭം കൊടുമ്പിനി കൊണ്ട സമയത്ത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാന മുദ്രാവാക്യമായിരുന്നു ഏത്തോ പെഹലി ജാൻകി ഹെ കാശി മധുര ബാക്കി ഹെ എന്നുള്ളത്. അയോധ്യ, കാശി, മധുര എന്നീ 3 ഭൂമികളായിരുന്നു അവർ പ്രധാനമായും അവകാശവാദം ഉന്നയിച്ചിരുന്നത്. പിന്നീട് അയോധ്യ മാത്രം ഞങ്ങൾക്ക് തരൂ എന്ന രീതിയിൽ അദ്വാനി തന്നെ പ്രസംഗിച്ചതായി പറയപ്പെടുന്നു. എന്നാൽ ബാബരിൽ നിന്ന് ഷാഹി മസ്ജിദിലേക്കും വാരാണസിയിലുള്ള ഗ്യാൻവാപി മസ്ജിദിലേക്കും അവകാശവാദങ്ങൾ നീണ്ടു. ഈ രണ്ടിടത്തും സർവേകൾ നടക്കുകയും ചെയ്തു. ഇതിനിടയിൽ ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം സംഭവിച്ചു. ഗ്യാൻവാപി മസ്ജിദിലെ സർവേക്ക് അവസാനം സർസംഘചാലക് എന്നറിയപ്പെടുന്ന RSSന്റെ പരമോന്നത നേതാവ് മോഹൻ ഭഗത് തന്നെ എല്ലാ മസ്ജിദിന് താഴെയും ശിവലിംഗം തപ്പാൻ ഇറങ്ങേണ്ടതില്ലെന്ന് പരസ്യമായി പറഞ്ഞു. RSSന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു സമീപനം ഏവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. പിന്നീട് നടന്ന സർവേകളിലൊന്നും സംഘ് പരിവാർ നേരിട്ട് അഭിപ്രായം പറഞ്ഞിട്ടില്ല. മറ്റു പല ഹിന്ദു സംഘടനകളാണ് അവകാശവാദങ്ങളും കേസുകളുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. അവസാനമായി സംബാൽ മസ്ജിദിൽ നടന്ന സർവേ അക്രമാസക്തമാവുകയും 5 പേർ കൊല്ലപ്പെടുകയും ചെയ്തതും നമ്മൾ കണ്ടതാണ്. ഇവിടെയും കാര്യങ്ങൾ അവസാനിച്ചില്ല. ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമായ അജ്മീരിലേക്കും അവകാശവാദങ്ങൾ നീണ്ടു. ഇന്ത്യൻ നിയമത്തിന് കാവലിരിക്കേണ്ട കോടതികളിൽ നിന്ന് തന്നെയാണ് സംഘ് പരിവാർ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് എന്നത് ന്യൂനപക്ഷ സമുദായത്തെ വളരെയേറെ ഭീതിയിലാഴ്ത്തുന്നുണ്ട്. അവസാനമായി ഉത്തർപ്രദേശിലെ അഡാല മസ്ജിദിന്റെ കേസ് കോടതി ഫയലിൽ സ്വീകരിച്ചത് ഏറെ വേദനാജനകമായ മറ്റൊരു സത്യമാണ്. 1398 മുതൽ തുടർച്ചയായി നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പള്ളിയിലാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ബാബരി പോലെ കൂട്ടിക്കേക്കലുകളോ അവകാശവാദങ്ങളോ മറ്റു മറുമൊഴികളോ ഇല്ലാതെ എത്രയും പെട്ടെന്ന് തന്നെ കോടതി ഈ കേസ് ഫയലിൽ സ്വീകരിച്ചത് ഏറെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം. ബാബരി മസ്ജിദ് എന്ന തർക്കമന്ദിരം നിലം പതിച്ചതോടുകൂടി മറ്റൊരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമങ്ങളെ എടുത്തുകളയാൻ 1991 നരസിംഹറാവു ഗവൺമെന്റ് ഒരു നിയമം കൊണ്ടുവന്നു. 91 ആരാധനാലയ സംരക്ഷണ നിയമം എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അതായത് 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഏത് മതവിഭാഗത്തിന്റെ കയ്യിലാണോ ആ ആരാധനാലയം ഉള്ളത് അവർ തന്നെ അവിടെ തുടർന്നു പോവുക എന്നുള്ളതായിരുന്നു ഈ നിയമത്തിന്റെ ആകെത്തുക. പിന്നീട് ആരാധനാലയ തർക്കവുമായി ബന്ധപ്പെട്ടു വരുന്ന കേസുകളിലെല്ലാം കോടതികൾ ഈ നിയമം വെച്ചിട്ടാണ് വിധി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. മറ്റുള്ളവരുടെ ആരാധനാലയങ്ങളിലേക്ക് നുഴഞ്ഞു കയറ്റത്തിന് കോടതികൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കേസുകൾ ഫയലിൽ സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. 1991 ആരാധനാലയ സംരക്ഷണ നിയമത്തെ മറികടക്കാൻ ഉപയോഗിക്കാറുള്ളത് 1958 പൗരാണിക സ്മാരക സംരക്ഷണ നിയമമാണ്. ഒരു മസ്ജിദ് പൗരാണിക നിയമനിർമ്മിതിയാണെന്ന് ആദ്യം വാദിക്കുന്നു. അതോടുകൂടി അത് കോടതി പൊതുജനങ്ങൾക്കായി തുറന്നിട്ട് കൊടുക്കുന്നു. പിന്നീട് അവിടെ ക്ഷേത്രവുമായി സാദൃശ്യമുണ്ടെന്ന് പറയപ്പെടുന്നു. അതിനുശേഷം ആരാധനയ്ക്കുള്ള അനുമതി വാങ്ങുന്നു. പിന്നീട് അതൊരു ക്ഷേത്രമാക്കി മാറ്റുന്നു. ഈ രീതിയിലാണ് ആരാധനാ സംരക്ഷണ നിയമത്തെ സംഘ് പരിവാർ പൊളിച്ചെഴുതുന്നത്. ദ വയർ എന്ന മാധ്യമത്തിലെ കരൺ താപ്പറുമായുള്ള സംഭാഷണത്തിന് മുതിർന്ന അഭിഭാഷകനും മുൻ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ അധ്യക്ഷനുമായിട്ടുള്ള ദുഷ്യന്ത് ദവെ തന്റെ അഭിപ്രായം പറഞ്ഞത് ഇപ്രകാരമാണ്. ഗ്യാൻവാപിയിലെ സർവേ നടത്താൻ ഉത്തരവിട്ട DY ചന്ദ്രചൂഡിന്റെ നടപടി തന്നെ ഞെട്ടിച്ചിരിക്കുന്നു. രാജ്യത്തിന്റെ അസ്ഥിരപ്പെടുത്താനും ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താനും ആഗ്രഹിക്കുന്നവരുടെ കയ്യിലെ കളിപ്പാവയായി DY ചന്ദ്രചൂഡ് മാറിയിരിക്കുന്നു. BJPയുടെ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നും പ്രധാനമന്ത്രിക്കൊപ്പം ഗണപതി പൂജയും അയോധ്യയിലെ വിധി ദൈവത്തിന്റെ അടുത്തു നിന്നും ദിവ്യജ്ഞാനം കിട്ടിയതാണെന്നും പരസ്യമായി പറഞ്ഞതിലൂടെ അദ്ദേഹം അത് തെളിയിച്ചതാണ്. ഒരു ചീഫ് ജസ്റ്റിസിന്റെ കാര്യം ഇങ്ങനെയാണെങ്കിൽ പൊതുജനങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുമെന്നത് തന്നെ ഭയപ്പെടുത്തുന്നു. ഒരു ചീഫ് ജസ്റ്റിസിന് എങ്ങനെയാണ് ഇപ്രകാരം പ്രവർത്തിക്കാൻ കഴിയുക എന്ന് ദവെ ചോദിക്കുന്നു. ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥയും ഈ രാജ്യത്തിന്റെ ഭാവിയും ആലോചിക്കുമ്പോൾ തനിക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലെന്നാണ് ദുഷ്യന്ത് ദവെ പറയുന്നത്.